നമസ്കാരം, നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അർബുദബാധിതരായ കുട്ടികളെ ആശുപത്രിയിൽ സന്ദർശിച്ച് UAE ബഹിരാകാശ സഞ്ചാരികളായ നൂറ അൽ മത്രൂഷിയും മുഹമ്മദ് അൽ മുല്ലയും രോഗികളായ കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുകയെന്ന ഉദ്ദേശത്തോടെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് ആണ് കുട്ടികൾക്ക് അപൂർവ കൂടിക്കാഴ്ച ഒരുക്കാൻ അവസരമൊരുക്കിയത്. ദുബായിലെ മെഡി ക്ലിനിക് ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞു രോഗികളുടെ ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന കൂടിക്കാഴ്ച. അർബുദബാധിതരായ 25ഓളം കുട്ടികളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. 2007 ശേഷം കഴിഞ്ഞ 16 വർഷങ്ങളിലായി ദുബായിൽ അപകട മരണങ്ങൾ 93% കുറഞ്ഞതായി റോഡ് ഗതാഗത അതോറിറ്റി അഥവാ RTA വ്യക്തമാക്കി. 1,00,000 പേരിൽ അപകട മരണ നിരക്ക് 1.6 എന്ന എക്കാലത്തെയും ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോഴുള്ളത്. ലക്ഷത്തിൽ 2 എന്നതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്ന നിരക്ക്. ഇതിനെയും മറികടന്നാണ് മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത്. കർശനമായ നിയമം നടപ്പാക്കൽ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളാണ് നേട്ടത്തിന് കാരണമായത്. 2023 മാത്രം 5 ലക്ഷം റോഡ് സുരക്ഷാ ലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് കേന്ദ്രമായ ദുബായ് മാളിലെ പോക്കറ്റടി നടത്തിയ 4 അംഗ സംഘത്തെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 1 മാസം തടവിനും നാട് കടത്താനും ഉത്തരവിടുത്തതായി ഹലീജ് ടൈം റിപ്പോർട്ട് ചെയ്തു. സന്ദർശകർ കൂടുതലായി എത്തുന്ന ദുബായ് മാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോഷണം വർദ്ധിച്ചതിനെ തുടർന്നാണ് പോലീസ് രംഗത്തെത്തിയത്. സിവിലിയൻ വസ്ത്രമണിഞ്ഞ് രംഗത്തിറങ്ങിയ പോലീസ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. 23, 28, 45, 54 വയസ്സുള്ളവരാണ് പിടിയിലായവർ. മാർച്ച് മാസത്തിലാണ് ഇവർ പോലീസിന്റെ പിടിയിലകപ്പെട്ടത്. അത്യാഡംബര വിമാനം സ്വന്തമാക്കി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗൾഫ് സ്ട്രീം എയർ സ്പേസ് നിർമ്മിച്ച G600 വിമാനം 3 മാസം മുമ്പാണ് യൂസഫ് അലിയുടെ യാത്രകളുടെ ഭാഗമാകുന്നത്. ഇതേ കമ്പനിയുടെ നേരത്തെയുള്ള വിമാനം ഒഴിവാക്കിയാണ് അദ്ദേഹം പുതിയത് സ്വന്തമാക്കിയത്. ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളുമുള്ള പുതിയ വിമാനത്തിന് വേഗതയാണ് പ്രധാന ഘടകം. ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക്, ദുബായ്, ലണ്ടൻ, ബെയ്ജിംഗ്, ലോസ് ആഞ്ചലീസ്, ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മുൻ തലമുറ വിമാനത്തേക്കാൾ 12% മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇതിനുണ്ട്. ആവശ്യമനുസരിച്ച് ഇതിലെ സീറ്റുകൾ ക്രമീകരിക്കാം. ഒരേ സമയം 6 പേർക്ക് വരെ കിടന്നുറങ്ങാനും ഇതിൽ സൗകര്യമുണ്ട്. ലുലു ഗ്രൂപ്പ് വാങ്ങിയ പുതിയ വിമാനത്തിന് ഏകദേശം 500 കോടി രൂപയോളമാണ് വില. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങൾ കൈവരിച്ച മികച്ച നേട്ടങ്ങൾ പ്രൗഢമായി ആഘോഷിച്ചു. എലൈൻ സെറിമണി എന്ന പേരിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ 2000-ലധികം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ആദരിച്ചു. ദുബായ് പോലീസ് ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദാഹി ഹൽഫാൻ തെമീം, GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഹല ബദ്രി, GDRFA അസിസ്റ്റന്റ് ഡയറക്ടർ, ദുബായ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായിലെ വില്ലകളിൽ താമസിക്കുന്നവർക്ക് വേനൽ അവധിക്ക് പോകുകയാണെങ്കിൽ ദുബായ് പോലീസ് നൽകുന്ന സൗജന്യ ഹോം സെക്യൂരിറ്റി സർവീസ് പ്രയോജനപ്പെടുത്താമെന്ന് ദുബായ് പോലീസ് വീണ്ടും ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഹോം സെക്യൂരിറ്റി സേവനത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ സേവനം റെസിഡന്റ് വില്ലകൾക്ക് മാത്രമുള്ളതാണെന്നും അവർ ഇതിനകം തന്നെ ഇനി പറയുന്ന മുൻകരുതലുകൾ എടുത്തിരിക്കണമെന്നും ദുബായ് പോലീസ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ദുബായ് പോലീസിന്റെ ഹോം സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹോം ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ദുബായ് പോലീസ് ആപ്ലിക്കേഷനിലൂടെയും വെബ്സൈറ്റിലൂടെയും ഹോം സെക്യൂരിറ്റി സർവീസിൽ രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടതുണ്ട്. അമിത വേഗത, നിയമവിരുദ്ധമായ ഇടങ്ങളിൽ വാഹനം ഓടിക്കുക, സുരക്ഷാ കവചങ്ങളും ഹെൽമറ്റുകളും ധരിക്കാതെ ഉൾപ്പെടെയുള്ള വിവിധ നിയമ ലംഘനങ്ങൾക്ക് ദുബായ് പോലീസ് ഈ മാസം 640 സൈക്കിളുകളും സ്കൂട്ടറുകളും പിടിച്ചെടുത്തു. റൈഡർമാർ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയും അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു. 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗപരിധിയുള്ള റോഡിൽ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നത് പോലുള്ള കാര്യമായ പിഴ ഈടാക്കുമെന്ന് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈദി പറഞ്ഞു. റൈഡറെയോ മറ്റുള്ളവരെയോ അപകടത്തിലാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിച്ചാൽ 300 ദിർഹം പിഴ ലഭിക്കും. സ്കൂട്ടറിൽ യാത്രക്കാരനെ കയറ്റുന്നത് 300 ദിർഹം പിഴയ്ക്ക് വിധേയമാണ്. ആവശ്യത്തിന് സജ്ജീകരിക്കാത്ത ബൈക്കിലോ സൈക്കിളുകളിലോ യാത്രക്കാരനെ കയറ്റിയാൽ 200 ദിർഹം പിഴ ലഭിക്കും. ട്രാഫിക്കിന്റെ ഒഴുക്കിനെതിരെ സ്കൂട്ടറോ സൈക്കിളോ ഓടിച്ചാൽ 200 ദിർഹം പിഴ ചുമത്തും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.